ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോർത്ത് വൺ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് C++ പ്രോഗ്രാംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പറയാറുണ്ടോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതായത് ആ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ആർ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ പ്രോഗ്രാംസ് ടു റെഫർ ടു ദി ഡാറ്റ. ഓക്കെ, വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡാറ്റയെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന ആ ഇൻറ്റിജർ വേരിയബിളിന് വേണ്ടിയുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ആ വേരിയബിളിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഫർ ചെയ്യുന്നതാണ് എന്ത്? ആ എ എന്ന് പറയുന്ന വേരിയബിളിന്. മനസ്സിലായല്ലോ? വേരിയബിൾസ് ആർ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ പ്രോഗ്രാംസ് ടു റെഫർ ദി ഡാറ്റ. They should be declared prior to their use in the program and the data types are required for this. Okay, നമ്മൾ ആ പ്രോഗ്രാമിൽ ആ വേരിയബിൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ആ പ്രോഗ്രാമിൻ്റെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഡിക്ലെയർ ചെയ്യണം. മാത്രമല്ല ആ വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പും എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. നമുക്കതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ ഇൻറ്റ് n, സം, അതായത് ഇവിടെ n, സം എന്ന് പറയുന്ന 2 വേരിയബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫ്ലോട്ട്, റാഡ്, ഏരിയ, അതായത് ഇവിടെ 2 വേരിയബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റാഡ്, ദെൻ ഏരിയ. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഫ്ലോട്ട്. ഈ വേരിയബിൾസ് എപ്പോഴും നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആ പ്രോഗ്രാമിൻ്റെ ആദ്യം തന്നെ ഈ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ സൈൻഡ് ഇൻറ്റ് എ, ബി, സി. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എ, ബി, സി 3 വേരിയബിൾസ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്. അതിന് മുൻപ് നമ്മൾ സൈൻഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സൈൻഡ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഈ എ, ബി, സിക്ക് നമുക്ക് വേണമെങ്കിൽ മൈനസ് വാല്യൂസും എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ അതായത് ഈ മൈനസ് വാല്യൂസും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ സൈൻഡ് എന്ന് പറയുന്ന കീവേഡ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ ടൈപ്സിൻ്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാമ്പിൾസ്. Values can be provided to the variable along with the declaration as shown below. ഈ ഡിക്ലറേഷൻ തന്നെ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. എങ്ങനെയാണത്? ഇൻറ്റ് n = 10. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻറ്റ് n, സം അങ്ങനെ വേരിയബിൾസ് മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്യാം. അല്ല എങ്കിൽ ഡയറക്റ്റ്ലി ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വാല്യൂസും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അസൈൻ ചെയ്യാം. അതായത് ഉദാഹരണമായിട്ട് ഇൻറ്റ് n = 10. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂ 10. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ടല്ലേ, അതായത് കോൺസ്റ്റ് ഇൻറ്റ് n = 10. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ ഇൻറ്റ് n = 10, അതായത് ഇവിടെ n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 10 ആണ്. വേണമെങ്കിൽ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ? കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, കോൺസ്റ്റൻറ്റ് ലിറ്ററൽസിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചത് കൊണ്ട് ഈ n എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. n = 10 എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ്, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് കൊടുക്കണം അല്ലേ? വാല്യൂസ് കമ്പ്യൂട്ടറിൽ കീബോർഡിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ത്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. C++ provide the operator called extraction operator or get from operator. C++ലെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ്, നമുക്കറിയാം ഈ സിമ്പിൾ. അതിന് പറയുന്നതാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ.
ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഇപ്പോൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹെൻസ് ഇറ്റ് റിക്വയർസ് 2 ഓപ്പറൻസ്, 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ദ പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ സി ഇൻ ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ കീബോർഡ് ആസ് ദി ഇൻപുട്ട് ഒബ്ജക്റ്റ്. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സി ഇൻ എന്ന് പറയുന്ന കീവേഡാണ്. അപ്പോൾ അത് കീവേഡ്, ആ സീൻ എന്ന് പറയുന്ന കീവേഡ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സീൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. സി ഇൻ റാഡ്. അതായത് ഇവിടെ ഫസ്റ്റ് ഓപ്പറൻറ്റ് ആണ് സീൻ, അതായത് നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് സീൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എഴുതി അതിനുശേഷം RAD, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വേരിയബിൾ ഏതാ, RAD. അപ്പോൾ ഇതൊരു മെത്തേഡ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒന്നോ അതിലധികമോ വേരിയബിൾസ് കൊടുക്കണം. അതായത് ഈ റാഡ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലാതെ നമുക്ക് ഇനിയും ഒരേ സമയത്ത് ഒന്നിലധികം വേരിയബിൾസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡും ഓപ്റ്റ് ചെയ്യാം. സീൻ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ A, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ B, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ C. അതായത് ഇവിടെ ഒരേ സമയം ABC എന്ന് പറയുന്ന 3 വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന, അതായത് ഇങ്ങനെ ഓപ്പറേറ്റേഴ്സ് വരുന്നതിന് നമ്മൾ പറയുന്നതാണ് കാസ്കേഡിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കാസ്കേഡിങ് ഓപ്പറേറ്റർ. അതായത് ഒന്നിനു പുറകെ ഒന്നായി അത് ആ ഒരു മെത്തേഡിൽ വരുന്നതിനാണ് നമ്മൾ കാസ്കേഡിങ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനായിരിക്കും, നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടു പെർഫോം ഔട്ട്പുട്ട് ഓപ്പറേഷൻ C++ gives the operator and called insertion operator or put to operator. It is also a binary operator. അതായത് C++ൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഓപ്പറേറ്റർ, ഈ ഒരു സിമ്പിളിന് പറയുന്ന പേരാണ് എന്ത്, ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഓൾസോ എ ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് ഈ ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്ററിന് 2 ഓപ്പറൻസ് ഉണ്ടായിരിക്കും. The first operand is the predefined identifier Cout and that identifies the monitor as the output object. ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് Cout എന്ന് പറയുന്ന കീവേഡ് ആണ്. അതായത് നമ്മൾ ഔട്ട്പുട്ട് ആണ് ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് Cout എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. And the second operand may be a constant, a variable or an expression. രണ്ടാമത്തെ ഓപ്പറൻറ്റ് എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ചിലപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്താ സെക്കൻഡ് ഓപ്പറൻറ്റ് ആയിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് Cout, ഇൻസേർഷൻ ഓപ്പറേറ്റർ, ദെൻ ഹലോ. ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പ്രീ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ ആയ Cout എഴുതി, ദെൻ ആ ഓപ്പറേറ്റർ പുട്ട് ടു ഓപ്പറേറ്റർ, അതിനുശേഷം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഹലോ. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും, അതായത് ഹലോ എന്ന് ഔട്ട്പുട്ട് ചെയ്തു വരും. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. Cout ഏരിയ, അതായത് ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇൻ Cout 25. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 25 എന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ Cout A+B+C സെമിക്കോളൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, Cout, അതായത് ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, A, B, C എന്ന 3 വേരിയബിൾസിൻ്റെ സം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ശേഷം എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും അവസാനിക്കുന്നത് സെമിക്കോളൻ യൂസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് Cout സം ഓഫ് ദെൻ ഓപ്പറേറ്റർ n നമ്പേഴ്സ് ഈക്വൽ ടു സം. അതായത് ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ, അതായത് ഒരു ഓപ്പറേഷൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓപ്പറേറ്റർ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കാസ്കേഡിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്, സം ഓഫ്, നമ്മളെപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എഴുതുന്ന കാര്യങ്ങളായിരിക്കും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ സം ഓഫ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. എന്നിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ n എന്ന് പറയുന്ന സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ നമ്പേഴ്സ് ഈക്വൽ ടു എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ദെൻ സം എന്താണോ കാൽക്കുലേറ്റ് ചെയ്തത് അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. മനസ്സിലായോ? ദെൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ സ്പെസിഫിക് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ലൊക്കേഷൻസ് ഓഫ് വേരിയബിൾസ് യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താ, ഈക്വൽ ടു. അപ്പോൾ ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഒരു ഡാറ്റ ഒരു മെമ്മറി ലൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ദ സ്റ്റേറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഈക്വൽ ടു ഈസ് നോൺ ആസ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയും. അതായത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. It is also a binary operator and operand to the left of equal to should be a variable. ഇതൊരു ബൈനറി ഓപ്പറൻറ്റ് ആണ്, അതായത് രണ്ട് ഓപ്പറൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വേരിയബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലുള്ളത് ഒരു ന്യൂമറിക് കോൺസ്റ്റന്റ് ആവാം, ഒരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. n ഈക്വൽ ടു 253. അതായത് ഇവിടെ ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ദെൻ ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലുള്ളത് എന്താ, 253 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു RAD ഇൻറ്റു RAD, അതായത് പൈ ആർ സ്ക്വയർ, ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ ആണ് ഏരിയക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് 3.14 ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സ്പ്രഷൻ ഏതാണോ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ A ഈക്വൽ ടു B ഈക്വൽ ടു C. ഈ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സും വരാറുണ്ട്. ദർ ആർ സ്പെഷ്യൽ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കോൾഡ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഉദാഹരണങ്ങൾ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു ആൻഡ് മോഡ് ഈക്വൽ ടു. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് n പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്, n ഈക്വൽ ടു n പ്ലസ് 2. അതായത് n എന്ന് പറയുന്ന വേരിയബിളിനോട് കൂടി 2 ആഡ് ചെയ്ത് അത് n എന്ന് പറയുന്ന വേരിയബിളിൽ തന്നെ സേവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ n പ്ലസ് ഈക്വൽ ടു 2. അതുപോലെ a സ്റ്റാർ ഈക്വൽ ടു b എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താ, a ഈക്വൽ ടു a ഇൻറ്റു b. സെയിം തന്നെയാണ് സം മൈനസ് ഈക്വൽ ടു n മോഡ് 10. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്തായിരിക്കും, സം ഈക്വൽ ടു സം മൈനസ് n മോഡ് 10. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഇതെല്ലാം ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ ആണല്ലേ, കാരണം ഇവിടെ n+2 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്നിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു സൈൻ ഉള്ളതെല്ലാം അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടു, ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ, അതുപോലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഈക്വൽ ടു സ്റ്റേറ്റ്മെന്റ് എല്ലാം ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാസ്കേഡിംഗ് എന്നാണ് പറയുന്നത്. The input, output and assignment operators may appear more than once in the respective statement. It is known as cascading. കഴിഞ്ഞ സ്ലൈഡുകളിൽ നമ്മൾ പഠിച്ച കാസ്കേഡിങ്ങിൻ്റെ ഓൾ ടുഗദർ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ C in A, B, C, അതായത് A, B, C എന്ന് പറയുന്ന 3 വാല്യൂസ് ഒരേ സമയം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അതുപോലെ C out സം ഓഫ് n നമ്പേഴ്സ് ഈക്വൽ ടു സം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ്, ഇതും ഒരു കാസ്കേഡിംഗ് ഓപ്പറേഷൻ ആണ്. അതുപോലെ A ഈക്വൽ ടു B ഈക്വൽ ടു C, അതായത് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒന്നിലധികം പ്രാവശ്യം ആ ഓപ്പറേറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും A ഈക്വൽ ടു B ഈക്വൽ ടു C എന്ന് പറയുന്നത് ഒരു കാസ്കേഡിംഗ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ കാസ്കേഡിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു C++ പ്രോഗ്രാമാണ്. ഈ C++ പ്രോഗ്രാമിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഹെഡർ ഫയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream. ഈ ഹെഡർ ഫയൽസ് എന്തിനു ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, അതായത് Cout, Cin എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചത്. അതുപോലെ യൂസിങ് നെയിം സ്പേസ് STD, അതായത് സ്റ്റാൻഡേർഡ് എന്നതിൻ്റെ അബ്രിവേഷനാണ് ഇവിടെ STD എന്ന് പറയുന്നത്. യൂസിങ് നെയിം സ്പേസ്, ഈ ഒരു നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് Couട്ടും Cin ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഹെഡർ ഫയൽ IOStream ഡിക്ലെയർ ചെയ്തു, യൂസിങ് നെയിം സ്പേസ് STD എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ മറന്നുപോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമുക്ക് പ്രോഗ്രാം ഡീബഗ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരും. കാരണം നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ സ്കോപ്പിനകത്ത് Cout, Cin എന്ന് പറയുന്ന 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 കീവേഡ്സ് ഉപയോഗിക്കണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ്. ഹെഡർ ഫയൽസ് ആവശ്യമാണ്, ആ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്നതും ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഇൻറ്റ് num1, num2, അതായത് ഇവിടെ num1, num2 എന്ന് പറയുന്ന 2 വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ, ഇൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരെന്താ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. ദെൻ Cout എൻ്റർ 2 integers. അപ്പോൾ ഇതെന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റർ 2 integers നമ്മുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ Cin num1, num2, അതായത്
നം വണ്ണിൻ്റെയും നം ടൂവിലേക്കും വാല്യൂസ് നമുക്ക് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കണം, അതായത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. സി ഇൻ, ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. സി ഇൻ എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സം ഈക്വൽ ടു നം വൺ പ്ലസ് നം ടു. നമുക്കറിയാലോ ഈക്വൽ ടു സൈൻ വരുന്നത് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ആണ്? അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നം വൺ പ്ലസ് നം ടു എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആഡ് ചെയ്ത് അതിൻ്റെ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഈ സം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. സം കിട്ടിയത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? സി ഔട്ട് നം വൺ ദെൻ പ്ലസ് നം ടു ഈക്വൽ ടു സം, അതായത് നം വൺ പ്ലസ് നം ടു ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അത് സം എന്ന് പറയുന്ന വേരിയബിളാണ് സേവ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണിത്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താ? സി ഔട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ രണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് സി ഔട്ട് നം വൺ, ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ സി ഔട്ട് എൻ്റർ ടു ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ റിട്ടേൺ 0 മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ക്ലാസ്സിലെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്